ഗൈസ് വെൽക്കം ബാക്ക് ടു ഗെയിം ലെജൻഡ്. അപ്പം നമ്മളെന്ന് പറയാൻ കളിക്കാൻ പോകുന്നത് മിഡ് നൈറ്റ് ചേസേഴ്സ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അത് കണ്ടന്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു. നിങ്ങൾ റോബ്ലോക്സിൽ ഗെയിമൊക്കെ കളിക്കാന്നുണ്ടെങ്കിൽ പറയാ. അപ്പോൾ ഇതെന്ന് പറയാൻ കാറിൻ്റെ ഗെയിമാണ്. കാറുണ്ട്, ബൈക്കും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ കാറാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഹാലോവീൻ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കുറച്ച് കാർ, രണ്ട് കാർ, ഇത് കാർ കൂടി, ഇതാണ് ടീനി എന്നുള്ള ആ കാറാണ് ഇതിൻ്റെ അത് ഏറ്റവും സ്ലോവസ്റ്റ് കാർ ഈ ഗെയിമിൽ. പക്ഷെ ഞാനത് ഇച്ചിരി മോഡിഫൈ ചെയ്തിട്ട് ഇച്ചിരി ഫാസ്റ്റ് ആക്കി, പക്ഷെ ഒരുപാട് ഫാസ്റ്റ് ആയില്ല അത്. അയ്യോ, അതൊക്കെ സ്പോണാവാത്ത. അതെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഒരു കാർ. അയ്യോ, ഇതിനാണ്. പിന്നെ നമുക്കൊരു ഈ ഒരു കാറുണ്ട്, സ്പോണാവട്ടെ. സ്പോണാവാൻ ഇച്ചിരി ലാഗുണ്ട്, കാര്യമില്ല. ചില സമയത്ത് സ്പീഡായിട്ടാവും. ഇതെന്താ ബോണറ്റ് മാത്രമൊന്നുമില്ല. ഓക്കെ, സെറ്റായി ഗൈസ്. ഇതാണ് വേറൊരു കാറ്. പിന്നെ ഉള്ളത് ഈ കാറ്. ഇതാണ് പിന്നെ ഉള്ള കാറ്. ഇതാണ് ഇതിനുള്ള ബെസ്റ്റ് കാർ എന്നൊക്കെ പറയാൻ പറ്റണ, പക്ഷേ സ്പീഡ് അത്യാവശ്യമുള്ള. പിന്നെ ഉള്ളത് ബൈക്കാണ്. ഇത് ഞാൻ മാറ്റാൻ പോവാ സത്യം പറയും. പക്ഷെ മാറ്റാൻ ആഗ്രഹമില്ല കേട്ടോ. എല്ലാത്തിനകത്ത് നല്ല സൗണ്ടൊക്കെ ഉള്ളതാണ്, പക്ഷെ എനിക്ക് സൗണ്ട് കമ്മിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ പറയാ. നിങ്ങൾ ഫസ്റ്റൊക്കെ ഗെയിം കളിക്കാൻ പോവുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും സ്പോണാണ്. എല്ലാവരും ഇവിടെയാണ് സ്പോണാണത്. ഇങ്ങനെ സ്പോണാവും. എന്നിട്ട് നേരെ ഇവിടെ പോകണം. ഇവിടെ പോയി കഴിഞ്ഞാൽ കുറേ കാറൊക്കെ കളിക്കും. കാറൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ ഇങ്ങനെ അടിയിട്ട് പോകുന്നതോടെ ഇങ്ങനെ വില കൂടിക്കൂടി വരും. ഞാനിപ്പോൾ ഇതാണ് വാങ്ങാൻ നോക്കുന്നത്. ഇതാണ് വാങ്ങണം ആഗ്രഹമുള്ള ഒരു ഇത്. വേറെയൊക്കെ എനിക്ക് മറ്റേ കാറ് ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഇരിക്കുക. പിന്നെ ബാക്കി കുറേ കാറുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് വിറ്റതാ. നമുക്ക് ഇതിനകത്ത് കുറേ റേസസ് ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ ഹെൽമെറ്റ് വാങ്ങാൻ പറ്റും. ഇനി ഇത് ഡീസ്പോൺ ചെയ്യാൻ. പിന്നെ ഇത് എല്ലാ ദിവസവും ഇത്ര കുറേ പൈസ കിട്ടും. ഇതിൻ്റെ അകത്ത് 5K കിട്ടും. ഇതിൻ്റെ അകത്ത് 10K ആണോ, പിന്നെ ഇതിനകത്ത് 50K ആണ്. അങ്ങനെ തോന്നി. ഇവിടെ 40K എന്തായാലും. പിന്നെ ഇവിടെ 90K അല്ലെങ്കിൽ 80K വരെ കിട്ടും. അത് 60K അത്രയൊക്കെ എന്തെങ്കിലും കിട്ടും എന്തായാലും. ഒരു ദിവസം 200K അങ്ങനെ വല്ല ആയിരിക്കും. എനിക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ല. ഞാൻ കയ്യിൽ നേരത്തെ ഉള്ള പൈസ കൂടെ ഉണ്ടല്ലോ. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് റെഡീം കോഡ് ഉണ്ട്. അത് ലോബിയിൽ വെച്ച് ഗെയിമിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. റെഡീം കോഡ് ക്ലെയിം ചെയ്യണമെങ്കിൽ ഇതിൽ തൊട്ടിട്ട് കോഡ്സ് അടിച്ചു കൊടുക്കുക. പിന്നെ ഇതാണ് ഇതിനകത്തുള്ള പാസ്സൊക്കെ. പിന്നെ ക്യാഷ് അതൊക്കെ അറിയാലോ. പിന്നെ പ്രത്യേകിച്ചുള്ള ഗിയർ നമുക്ക് മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്യുക, അല്ലാണ്ട് ഷിഫ്റ്റ് ചെയ്യുക. ഈ ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് ഒരു മോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ഹാലോവീൻ അപ്ഡേറ്റിൻ്റെയാണ്. ഹാലോവീൻ അപ്ഡേറ്റിൽ പ്രത്യേകിച്ച് ഒക്കെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇതിനകത്ത് ട്രാഫിക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള റേസ്. ഇത് ഞാനെപ്പോഴും ചെയ്യാറുള്ളത് ഈ സിറ്റി ഹൈവേ റേസ്. അതിനകത്ത് എപ്പോഴും ഇച്ചിരി പാടാണ്, പക്ഷേ എപ്പോഴും കുറേ പൈസ കിട്ടും. സിറ്റി ഹൈവേ റേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങുന്നത്. അവിടെ ഇതിപ്പോൾ ഹാലോവീൻ അപ്ഡേറ്റിനാണ് ഈ പംകിൻ. പിന്നെ അതിപ്പോൾ സിറ്റി റേസിന് ഇങ്ങനെ ഇരിക്കും. ബൈക്കാണെങ്കിൽ ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ചത്തു, പക്ഷെ കാറാണെങ്കിൽ ഇടിച്ചാൽ ചാവില്ല. ഇതടിച്ച ചിലപ്പോൾ ഇടയ്ക്ക് ലാഗ് ആവും. അയ്യോ, FC-യുടെ അടുത്ത ഇത് വരട്ടെ നമ്മുടെ അടുത്ത പാർട്ട്. FC-യിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു, 40 വേഴ്സ് എന്ന് പറഞ്ഞ്. പിന്നെ FC26 വന്നായിരുന്നു. ഇങ്ങനെയാണ് ഇത്. ചില സമയത്ത് ഇച്ചിരി ട്രാഫിക് ഒക്കെ ഉണ്ടാവും. അയ്യോ, ജസ്റ്റ്
മാത്രമല്ല പിന്നെ നമുക്ക് ആണെങ്കിൽ ഇനിയിപ്പോൾ ഹെൽമെറ്റ് ഇതാണ് നമുക്ക് വേണമെങ്കിൽ ഒരു തവണ ട്രേസ് ചെയ്ത് നോക്കാം. പിന്നെ ഹെഡ്ലൈറ്റ് കിട്ടും. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും, 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പുറം വഴി ക്രോസ് ചെയ്യണം. ഇത് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യണം. ഇങ്ങനെ അയ്യോ കണ്ടാ ചത്തുപോയി. നമുക്കിനി ഈ വണ്ടി എടുക്കാൻ പറപ്പിച്ചാണ്. അപ്പോൾ ഓരോ വണ്ടിയായിട്ട് സെറ്റ് ലുക്ക് ആക്കട്ടെ കേട്ടോ. ഈ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചാൽ ഇതിപ്പോൾ ഞാൻ ഇച്ചിരി മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ. ഇതുകൊണ്ടോ അത് ഞാൻ ഇപ്പോൾ അവിടെ വേറെ സ്ഥലത്തോടെ കാണിച്ചു തരാം. ഈ വണ്ടി കാർസ് ഞാൻ അധികം ട്രാഫിക്കിൽ ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സ്കിൻ ഇഷ്യൂ ആണ് അതിൻ്റെ അകത്ത്. പിന്നെ നിങ്ങളാരെങ്കിലും ഫ്രണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ പറയാം, ഫ്രണ്ട് ആക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര് പോസ്റ്റിൽ കിടപ്പുണ്ട് ആ ചാനലിൽ. ഈ വണ്ടി ഇച്ചിരി ഫാസ്റ്റാണ്, അതുകൊണ്ട് ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ട്രാഫിക് ഇട്ട് ഇത് ഓടിക്കാറില്ല. ട്രാഫിക് ഇച്ചിരി ഓഫാക്കിയിടാം, അല്ലെങ്കിൽ എൻ്റെ ഫുൾ സ്പീഡ് കാണിക്കാൻ പറ്റില്ല. ആ വിഗ് ഇച്ചിരി നമുക്ക് നേരത്തെ പൊക്കി വയ്ക്കാൻ പറ്റും, പക്ഷെ ഞാൻ ഇപ്പോൾ പൊക്കിയിട്ടില്ല. ഈ ഗെയിമിൻ്റെ പേര് മിഡ് നൈറ്റ് ചേസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. അപ്പോൾ നല്ല സ്പീഡിലാണ് ഗൈസ് പോകുന്നത്. താഴെ നോക്കിയൊക്കെ അറിയാം. ഇപ്പഴ് കയറുന്നുണ്ട്. ഭാഗ്യം, ഒരു മിനിറ്റിനടുത്താണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു, ഇനി ഒരു കയറും കൂടി ഉണ്ട്. അയ്യോ ഇടയ്ക്കൊക്കെ ബഗ്ഗായി പോവും, അത്രയ്ക്ക് ഫാസ്റ്റാണ്. അയ്യോ 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 അത് ഞാൻ ടയറൊക്കെ മാറ്റിയിട്ട് ബ്രേക്ക് ഇച്ചിരി കൂട്ടി വെച്ചു. ബെസ്റ്റ്. ഇച്ചിരി ട്രാക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വെച്ചു. അപ്പോൾ ബ്രേക്ക് ഓടിക്കാൻ ഒരു പവർ കൂട്ടി. ഇനിയിപ്പോൾ റോഡല്ല, ഇനിയിപ്പോൾ റോഡ് തീരും കുറച്ച് കഴിയും. അയ്യോ അപ്പോൾ ഇതാണ് നമ്മുടെ കാർ. ഓരോരോ കാറായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഡിക്കി പുറകിലേക്ക് ഇവിടെയാണ് ഇത്. എനിക്കറിയില്ല കൃത്യമായിട്ട് എങ്ങനെയാണ്. ഇതൊക്കെയാണ് ഇത്, റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ്. ഇത് വിക്ക് ഞാൻ ഇപ്പോൾ പൊക്കാം. ഞാൻ വിഗ് സാധനം പൊക്കി വന്നതാണ് ഞാൻ കാണിക്കുന്നത്. അയ്യോ ഇത് ഈ സാധനം ഇങ്ങനെ പൊക്കി വെച്ച് ഇപ്പോൾ ഒരു ലുക്കായില്ലേ. ഇതാണ് നമ്പർ പ്ലേറ്റ് വെച്ചാണ്. പിന്നെ എന്താ ഇതാ അതിനേക്കാൾ കൂടിയ വണ്ടി. ഇത് ശരി 20 മില്യൺ കാണും. ഇതിൻ്റെ നോർമൽ നമ്പർ പ്ലേറ്റ് ഇത്. ഇതും അതിനേക്കാളും കൂടിയതാണ്. വേണ്ട, അതെ, പക്ഷേ അലോയില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ എടുത്തേക്കാം. അല്ലെങ്കിൽ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാം. നമുക്ക് എന്നിട്ട് വേറെ കാർ കൊണ്ടുവരാം. നമുക്ക് ടെലിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യണം. ഇതിനകത്ത് കാറിലാണ് ഇത്ര ഉള്ളൂ, ബൈക്കിൽ വേറെ അണ്ടർഗ്ലോ ഒക്കെ ഉണ്ട്. കറിയിലിങ്ങനെ ലൈറ്റ് പെയിൻറ്റ് എങ്ങനെ വേണമെങ്കിലും മാറ്റാം, ഇൻറ്റീരിയർ മാറ്റാം. പിന്നെ നൈറ്റ് ഡ്രസ്സ് ഞാൻ വെച്ചിട്ടുള്ള ഈ വണ്ടിയിട്ട് വരുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ്, 200. അതിപ്പോൾ നമുക്ക് ഇച്ചിരി വാങ്ങാം, അത് കുഴപ്പമില്ല, സെറ്റാണ്.
ഇനിയിപ്പോൾ എന്താ, അത്രയൊക്കെ ഉള്ളൂ ഈ ഗെയിമിൽ. പിന്നെ ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ ഇതിൽ കയറി റേസ് ചെയ്യണം. പ്ലെയേഴ്സ് വരും, അത് ചില സമയത്ത് പ്ലെയേഴ്സ് സ്പീഡിൽ വരും, ചില സമയത്ത് വരും. ഈ വണ്ടി ഇച്ചിരി ഓവർ പവറാണ്, ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ പാടാണ്. ഇതിന് 1500 ഒക്കെ ഉണ്ടാണ് ഹോഴ്സ് പവർ. ഇത് ഇവിടെ നമ്മൾ 800 കിലോമീറ്റർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓടിച്ച വണ്ടിയുടെ ഇതാണ് കാണിക്കുള്ളൂ. ഞാനിപ്പോൾ ആ ബൈക്കാണ് ഏറ്റവും കൂടുതൽ ഓടിച്ചത്, ആ റേസ് ചെയ്ത് പിന്നെ ഗ്യാരേജിൽ ഏറ്റവും കൂടുതലുള്ള കാറുകളുടെ എത്ര കേട്ടോ. ബാങ്ക് ലിസ്റ്റിലൊക്കെ വരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്, കുറേ കാറ് വാങ്ങണം. ഇനി നമ്മളെന്താ ചെയ്യുക, നമുക്ക് റേസിന് പോകണമെങ്കിൽ നമുക്ക് ഈ കാറിന് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഇത് ഇച്ചിരി സ്ലോ ഒക്കെയാണ്, പക്ഷെ അത്യാവശ്യം നല്ല ട്യൂണ് കൂടി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ക്വാഡ് ടെർബോ ഒക്കെ കിട്ടും. ഇതിനകത്ത് ക്വാഡ് ടെർബോ പ്ലസ് മാക്സ് നൈട്രോസോ അങ്ങനെ കണ്ടെന്ന് വെച്ചു, 10 ലിറ്റർ നൈട്രോസ്. എന്നിട്ട് ഒരു അലോയ് കയറ്റി, ഒരു അണ്ടർഗ്ലോ കയറ്റിയിട്ട് അണ്ടർഗ്ലോ കറങ്ങുമെന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ കറങ്ങിയില്ല, എന്താണെന്നറിയില്ല. ബഗ്ഗാണ്. പിന്നെ നമ്മളവിടെ സ്പീഡ് നോക്കിയേ, സ്റ്റോക്കാണെങ്കിൽ ഇത്രയും പോകില്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. നമുക്കിനി മറ്റേ വണ്ടികളെ നോക്കാം. അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ തിരിച്ചവിടെ തന്നെ സ്പോൺ ലൊക്കേഷനിൽ അത്യാവശ്യം ഇപ്പോൾ റേസ് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് റേസ് ചെയ്യാനിപ്പോൾ പറ്റില്ല ഗൈസ്. സുസാഡ് ഇതാണ് മാപ്പിൻ്റെ ലൊക്കേഷൻ. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ BMW ഓടിച്ചു. BMW കുറച്ചൊക്കെ പണിതുണ്ട്, അധികമൊന്നും പറ്റില്ല. അതിൻ്റെ ലുക്കാക്കി എടുത്തു. പിന്നെ ഈ വണ്ടി മേടിച്ചപ്പോൾ എനിക്ക് ഗെയിമിനെ പറ്റി അത്ര അറിയില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ക്വാഡ് ടെർബോ ഉണ്ട്, പിന്നെ ബ്രേക്ക് ഇത്ര വേണ്ട, അത്യാവശ്യം നല്ല കൺട്രോൾ ഉണ്ട്. ഇത് വേണ്ട, ഇതിന് ലുക്ക് ഒന്നും പറ്റില്ല. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നൈട്രസ് പക്ഷേ ഉണ്ടോ, ഞാൻ വെച്ചാൽ നൈട്രസ് ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുള്ളത് കുറേ മുമ്പ് വെച്ചാൽ. അതിൻ്റെ മറ്റേ കാറ് മാറുന്നതനുസരിച്ച് അതിൻ്റെ വില കൂടും കേട്ടോ. ഇതെന്തുമില്ല ഇപ്പം ഇങ്ങനെ നമ്മളതിനെ ഇങ്ങനെ ഓടിച്ചാൽ ഈ ഒരു ടോപ്പ് സ്പീഡൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഗെയിമിലൊരു ഫ്രണ്ടാണ് ഈ ഗെയിമിൽ നിന്ന് കിട്ടിയതാ. പക്ഷെ ഇപ്പോൾ നമ്മളത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുമല്ലേ. ഓ, ഇതാണ് അതിൻ്റെ ടോപ്പ് സ്പീഡ്. നല്ല കൺട്രോളൊക്കെയാണ് കേട്ടോ. അയ്യോ, അതൊക്കെ റോക്കറ്റ് കാർ പോയില്ലേ. എന്നിട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയേ, ആ സെറ്റല്ലായിരുന്നു. ആ ഫ്രണ്ട് ഇങ്ങനെ ഇങ്ങനെ കുതിച്ചു. നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ. അയ്യോ, ആ കയറൊക്കെ സ്മൂത്തായിരുന്നു, സ്മൂത്താ. അത് ട്രാഫിക്കിലൊക്കെ വണ്ടിയല്ല. ഈ വണ്ടി ഇച്ചിരി റെയറാണ് ചിലത്. ഈ വണ്ടി ഇതിൻ്റെ അകത്ത് ഈ ഗെയിമിൽ കുറേ മോഡലുണ്ട്. ഇതിൻ്റെ അകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിത് ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പൊക്കെയായിരുന്നു. അയ്യോ, തിരികെ ഇത് ഗിഫ്റ്റാണ്, അത് ഓരോ ദിവസം മാറും. ഞാനപ്പോൾ കുറേ ദിവസം കളിച്ചില്ല.
VIP എന്നുള്ളതിൻ്റെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പാസ് കാണിച്ചതില്ല. അതിൻ്റെ അകത്തൊരു പാസ്സാണ്. അതിനകത്ത് ഇച്ചിരിയോടെ ഓടിക്കുമ്പോൾ ഇച്ചിരിയോടെ പൈസ കൂടുതൽ കിട്ടും. അതാണ് ഞാനത് മേടിച്ചില്ല. എൻ്റെ റോബക്സ് ഇല്ല. പ്രൈസിന് ആരുമില്ല. അപ്പോൾ അതിലൂടെയാണ് ഇതിൻ്റെ സെറ്റപ്പൊക്കെ എൻജിൻ. കിടൂല്ലേ. ഇതിൻ്റെ മറ്റേ ഡിക്കി ഓർക്കാൻ പറ്റില്ല. വേറൊരു മോഡലുണ്ട് ഇതിൻ്റെ, അതിനെ ഓർക്കാൻ പറ്റും. നമുക്കിനി അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് പകലാക്കിയിടാം. നമുക്കൊരു ഇത് ബഗ്ഗാണോ? അയ്യോ അടിച്ചിട്ട്. അപ്പോൾ ഇതാണ് അപ്പോൾ ഗൈസ് എന്താ വീഡിയോ ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.